മാതാ അമൃതാനന്ദമയി മഠം പരിപാലനത്തിന് നൽകിയ രാമൻ എന്ന ആനയെ തിരികെ കിട്ടാൻ നൽകിയ കേസിൽ ആനയെ കൈവശം വച്ചിരിക്കുന്ന തൃശൂർ സ്വദേശി ഉട്ടോളി കൃഷ്ണൻകുട്ടിക്ക് തിരിച്ചടി. ആനയെ കോടതി ഉത്തരവിന് വിരുദ്ധമായി ഉപയോഗിച്ച ഇയാളെ കോടതിയലക്ഷ്യത്തിന് സുപ്രീം കോടതി ശിക്ഷിച്ചു. കോടതി ഉത്തരവ് പ്രകാരം പ്രധാന കേസ് തീർപ്പാക്കുന്നതുവരെ ആനയെ സർക്കാർ സംരക്ഷിക്കാൻ തയ്യാറാകണമെന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നത്. മാതാ അമൃതാനന്ദമയി മഠത്തിലെ രാമൻ എന്ന ആനയെ 2017 തൃശൂർ സ്വദേശി ഉട്ടോളി കൃഷ്ണൻകുട്ടിക്ക് കുറച്ചു നാളത്തേക്ക് പരിപാലനത്തിന് നൽകിയത്. എന്നാൽ ആനയെ തിരികെ നൽകാൻ തയ്യാറാകാഞ്ഞതിനെ തുടർന്ന് മഠം കരുനാഗപ്പള്ളി കോടതിയിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു. ആനയെ ഉടമയ്ക്ക് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും കൃഷ്ണൻകുട്ടി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി തൽസ്ഥിതി തുടരാൻ ഉത്തരവ് നേടി. ഇതുപ്രകാരം ആനയെ വാണിജ്യപരമായി ഉപയോഗിക്കരുതെന്നും സംരക്ഷിക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉത്തരവ് അവഗണിച്ച് ആനയെ ഉത്സവ എഴുന്നള്ളിപ്പിനും മറ്റും ഉപയോഗിച്ചതിനെതിരെ ഹർജിക്കാരനായ ഗുരുക്കൾ ജെ.ജി. ജയകൃഷ്ണ മേനോൻ ആക്കനാടൻ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഉട്ടോളി കൃഷ്ണൻകുട്ടിയെ ശിക്ഷിച്ചും പിഴ ഈടാക്കിയും ഉത്തരവായത്. വീണ്ടും കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന വ്യക്തി ആനയെ വീണ്ടും ഉത്സവ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും ഇത് കോടതി കണ്ടെത്തുകയും കുറ്റക്കാരനായി അദ്ദേഹത്തെ കുറ്റവാളിയായി കണ്ടെത്തി പിഴ ഈടാക്കി ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്ന ഒപ്പം കോടതി ആനയെ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ കസ്റ്റഡിയിൽ നിന്ന് സുരക്ഷിതമായ രീതിയിൽ എത്രയും വേഗം സ്റ്റേറ്റ് ഓഫ് കേരള അത് എടുത്ത് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് മാറ്റാനും അതിനുള്ള കാര്യങ്ങൾക്കുമായിട്ട് സുപ്രീം കോടതി 9-ാം തീയതി ഓർഡർ ഇട്ടിട്ടുണ്ട്. തുടക്കകാലം മുതലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത നമ്മുടെ അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, ഇ കാർത്തിക് തുടങ്ങിയവരായുള്ള പ്രയത്നങ്ങളാണ് അതിൽ ആ ഒരു വഴിയിലേക്ക് അതിനെ എത്തിക്കാൻ സാധിച്ചത്. പ്രധാന കേസിന്റെ ഉത്തരവ് വരുന്നതുവരെ ആനയെ കൃഷ്ണൻകുട്ടിയുടെ കസ്റ്റഡിയിൽ നിന്നും സർക്കാരിന്റെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നും സംരക്ഷിക്കണമെന്നുമുള്ള കോടതി ഉത്തരവ് വേഗം നടപ്പാക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. ഇത്രയും വേഗം, കാരണം ആനയുടെ ജീവന് ഈ 9-ാം തീയതി മുതൽ ആനയുടെ ജീവന് വലിയ ഭീഷണിയാണ്. അയാൾ ഏത് പ്രവൃത്തിയും ചെയ്യുന്ന ആളാണെന്ന് എല്ലാ രീതിയിലും അറിയാം. നമുക്ക് ചന്തു ആന എന്ന് പറഞ്ഞ അയാളുടെ ആനയുടെയും പ്രസാദ് ആനയുടെയും കഥകൾ അറിയാവുന്നത് കൊണ്ട് നമ്മൾ വളരെ വിഷമത്തിലാണ്, അല്ലെങ്കിൽ വളരെ ആകുലതയിലാണ്, വ്യാകുലതയിലാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആനയ്ക്ക് ഇയാൾ എന്തും ചെയ്യും എന്നുള്ള ഒരു സ്വഭാവക്കാരനായതുകൊണ്ട് ഗവൺമെൻറ് അത് എത്രയും വേഗം അയാളുടെ അടുക്കൽ നിന്നും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി സംരക്ഷിക്കണം എന്നാണ് നമ്മളുടെ അപേക്ഷ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രമുഖ അഭിഭാഷകരായ സി ഉണ്ണികൃഷ്ണനും എ കാർത്തിക്കുമാണ് മാതാ അമൃതാനന്ദമയി മഠത്തിനു വേണ്ടി ഹാജരായത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.